ആർഎസ്പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടപടിക്ക് വിധേയനായ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഇല്ലിക്കൽ അഗസ്തി പാർട്ടി ഫണ്ട് പിരിക്കുന്നത് നമ്പർ പോലുമില്ലാത്ത റെസീറ്റ് ഉപയോഗിച്ചാണ് പിരിക്കുന്നതിന്റെ കണക്ക് ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി എൻ കെ പ്രേമചന്ദ്രനെതിരെ പറഞ്ഞത് ശരിയായി വരികയാണ്. ഇടതുപക്ഷം വിട്ടതോടെ ആർഎസ്പി വട്ടപൂജ്യമായി. മകനെ സ്ഥാനാർത്ഥിയാക്കാനാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ശ്രമമെന്നും ഇല്ലിക്കൽ അഗസ്തി കണ്ണൂരിൽ പറഞ്ഞു. ആർഎസ്പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് എങ്ങനെയാണ് നടപടിയെടുക്കാൻ കഴിയുകയെന്ന് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇല്ലിക്കൽ അഗസ്തി ചോദിച്ചു. സംസ്ഥാന കമ്മിറ്റിക്ക് നടപടിക്ക് ശുപാർശ ചെയ്യാൻ മാത്രമാണ് അധികാരമുള്ളത്. ആർഎസ്പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും ഇല്ലിക്കൽ അഗസ്തി നടത്തി. എൽഡിഎഫിൽ നിന്നും മാറിയ ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പും 3 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നടന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി വട്ടപൂജ്യമായി. 2020യേക്കാൾ പിന്നിലാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ആർഎസ്പി. എൽഡിഎഫ് വിടാൻ തീരുമാനിച്ചപ്പോൾ എതിർത്തിരുന്നു. എന്നാൽ ഭൂരിപക്ഷ തീരുമാനം പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു. നമ്പർ പോലുമില്ലാത്ത റെസീറ്റ് ബുക്ക് ഉപയോഗിച്ചാണ് പാർട്ടി ഫണ്ട് പിരിവ് നടത്തുന്നത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 3 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ പാർട്ടി വട്ടപൂജ്യമായി. കേരളത്തിൽ 2020യേക്കാളും പിന്നിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ കണ്ടു. ഞങ്ങളെ പാർട്ടിയിലെ ഫണ്ട് പിരിവൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചത് ഇത് 2025 ഫണ്ടാണ്. ഇതിന്റെ കൂപ്പൺ ഒരു നമ്പർ പോലും ഇല്ല. ആർക്കും ഞാൻ പരിശോധിക്കാൻ തരാം. ഇതിനൊന്നും കണക്കും കാര്യങ്ങളുമില്ല. ഇതിപ്പോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആർഎസ്പിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഫണ്ടിന്റെ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് അംഗീകാരം റദ്ദാകുമെന്ന് ചോദിച്ചു പറഞ്ഞു. ഇത് ആർഎസ്പി പ്രവർത്തന ഫണ്ടിന്റെ റെസീറ്റാണ്. ഇത് കൂപ്പണുണ്ട്. ഈ റെസീറ്റിൽ ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ കണ്ണൂർ പിരിവിന് ഞങ്ങൾ പാർട്ടിക്കാർ വരുമ്പോൾ സങ്കടത്തോടെ വന്നു പറയും, സഖാവേ ഇതിന് റെസീറ്റിന് നമ്പറും ഇല്ല, ആളുകൾ കള്ള റെസീറ്റാന്ന് പറയുന്നു. ബാക്കി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതിനും ഇത് നിങ്ങൾ നോക്കാമത്. അപ്പോൾ ഇത് കൂപ്പണാണ്. 2000 കൂപ്പണാണ്. ഇത് ഇക്കൊല്ലത്തെ ഷിബു ബേബി ജോൺ ഒപ്പിട്ട കൂപ്പണാണ്. ഇതിനൊന്നിനും നമ്പറില്ല, ബുക്ക് നമ്പറില്ല. ഇതെവിടെ അക്കൗണ്ടുകളാകുന്നത്? അക്കൗണ്ടിൽ പബ്ലിക്ക് പറയണമെന്നില്ല, പക്ഷെ പാർട്ടിക്കുള്ളിലെല്ലാം കണക്ക് വേണ്ടേ? എത്ര ലക്ഷം കൂപ്പൺ അടിച്ചു, എത്ര പേർക്ക് കൊടുത്തു, എത്ര റെസീറ്റ് അടിച്ചു, എത്ര രൂപ കിട്ടിയെന്നൊരു കണക്ക് വേണ്ട. അതല്ലേ ഒരു സംഘടനാ രീതി. ഇതൊക്കെ പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇത് നോക്കിയാൽ അറിയാം. ഇതൊക്കെ പാർട്ടി സ്ഥാപിത താൽപര്യക്കാരുടെ പിടിയിലായപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ജനുവരി 3-നാണ് ഈ മെസ്സേജ് ഇട്ടത്. അതിനുശേഷമാണ് തനിക്കെതിരെ നടപടി സ്വീകരിച്ചത്. ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാക്കി ആർഎസ്പിയെ മാറ്റുകയാണ്. എൻ കെ പ്രേമചന്ദ്രൻ MP മകനെ ഇരുവിപുരത്ത് മത്സരിപ്പിക്കാനാണ് ശ്രമം നടത്തിവരുന്നത്. അതിലും ഗൗരവതരമായ കാര്യങ്ങളാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എൻ കെ പ്രേമചന്ദ്രൻ MPയുടെ മകൻ അവിടെ മത്സരിക്കാൻ ശ്രമിക്കും. മനോരമയിൽ അത് കൃത്യമായി എൻ്റെ വാർത്ത വന്നു. അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ പറഞ്ഞ് പാർട്ടി അനുവദിച്ചാൽ ഞാൻ മത്സരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് മനോരമ ചാനലിലും ഒക്കെ വന്നതാണ്. അദ്ദേഹം പാർട്ടിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള വിവരം ആർക്കറിയാം? ഏതെങ്കിലും സ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. 1988 മുതൽ അധികാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, 2 തവണ LDFന്റെ ഭാഗമായ MP, 3 തവണ UDFന്റെ ഭാഗമായ MP, 1 തവണ LDFന്റെ ഭാഗമായ രാജ്യസഭാ MP, MLA, മന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങൾ ഈ സമയം വരെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതും ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം, ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രവർത്തനം അദ്ദേഹവും നിങ്ങളും പറയുന്ന ആളുകൾ സ്വന്തം മകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന നിലയിലേക്ക് വരുമ്പോൾ എവിടെ എത്തി അധപ്പതനം? അതിനെതിരെ ഞാൻ ശബ്ദിച്ചു എന്നതാണ് പ്രധാന വിഷയം. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നിർബന്ധിച്ചാണ് തന്നെ മത്സരിപ്പിച്ചത്. 10 പൈസ പോലും ആർഎസ്പി തന്നില്ല. AICC നൽകിയ 10 ലക്ഷം രൂപ ഇങ്ങോട്ടെത്തിയില്ലെന്നും ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു. ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും നിരന്തരം വിദേശയാത്രകൾ നടത്തുകയാണ്. പാർട്ടി കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് ഈ യാത്രകൾ. ഫണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്ന് അവർക്ക് അറിയാം. അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്നതാണ് നിലവിലെ സ്ഥിതി. ഇതിനെതിരെ സേവ് ആർഎസ്പി എന്ന നിലയിൽ സമാന മനസ്കരുമായി ചേർന്ന് പ്രവർത്തിക്കും. 23-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് സേവ് ആർഎസ്പിയുടെ രൂപീകരണ യോഗം നടക്കുമെന്നും ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു. ഇടതുമുന്നണി ശക്തമായി മുന്നോട്ടു പോകണം എന്നതാണ് ആഗ്രഹം. LDF തുടരും എന്ന് തന്നെയാണ് പൊതുവിൽ കാണുന്നത്. നേരത്തെ മുഖ്യമന്ത്രി എൻ കെ പ്രേമചന്ദ്രനെതിരെ പറഞ്ഞത് ശരിയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നതെന്നും ഇല്ലിക്കൽ അഗസ്തി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.